നമസ്കാരം. ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹൃദ്യമായ, നമ്മളെ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. ചിരാഗ്, സഞ്ജന എന്നിവരുടെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശന വേളയിൽ പങ്കുവെക്കപ്പെട്ട വളരെ മനോഹരമായ ചില ആശയങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത്. കേവലം ഇഷ്ടികയും സിമന്റും കൊണ്ടല്ലല്ലോ ഒരു വീട് നിർമ്മിക്കപ്പെടുന്നത്, അല്ലേ? അത് സ്നേഹത്തിന്റെയും പ്രത്യേകിച്ച് നന്ദിയുടെയും അടിസ്ഥാനത്തിലാണ് പണിയേണ്ടത്. ഒരു ക്രിസ്തീയ ഭവനം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. പാസ്റ്റർ വളരെ രസകരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വന്തമായി ഒരു വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിൽ പലർക്കും മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ടാകും, അല്ലേ? പക്ഷെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ, ഉദാഹരണത്തിന് 10ാം ക്ലാസ് ജയിച്ചതുപോലെയുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ നമ്മൾ എത്ര വേഗമാണ് മറന്നുപോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വിജയം നേടുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മുടെ ഓർമ്മശക്തിയാണോ? സത്യത്തിൽ ഓർമ്മകൾ നഷ്ടപ്പെടുക എന്നത് മനുഷ്യ സഹജമാണ്. ഈ മറവി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നു തന്നെയാണ്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്: ഉപകാരം അല്ലെങ്കിൽ കൃപ. എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ അർഹിക്കാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. അതൊരു വീടോ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തീരെ ചെറിയ കാര്യങ്ങളോ ആകട്ടെ, ഇതെല്ലാം ലഭിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് കരുതരുത് കേട്ടോ. ഈ ഒരു ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സമാധാനപൂർണവും നന്ദിയുള്ളതുമായ ഒരു ഭവനം പടുത്തുയർത്താൻ നമ്മൾ പ്രധാനമായും 5 വിഷയങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. മനുഷ്യന്റെ മറവി, അനുഗ്രഹങ്ങളും ഭൂതകാലവും, വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ കരുണയും, നേതാക്കളും അവരുടെ ത്യാഗവും, പിന്നെ നന്ദിയും പ്രാർത്ഥനയും. ഇതിലൊന്നാമത്തെ വിഷയം എന്താണെന്ന് നോക്കാം: മറക്കാനുള്ള മനുഷ്യന്റെ പ്രവണത. എന്റെ ജീവനെ, യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ബൈബിളിലെ ഈ വചനം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം തന്നെ ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയൊരു അനുഗ്രഹം മുതൽ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നോ, ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്തുമ്പോഴോ കുറച്ചൊന്ന് സാമ്പത്തികമായി രക്ഷപ്പെടുമ്പോഴോ നമ്മൾ ആദ്യം മറക്കുന്നത് നമ്മളെ ആ സ്ഥാനത്തെത്തിച്ച ദൈവത്തെയും നമ്മുടെ പഴയ അവസ്ഥകളെയുമാണ്. ഇത് നമ്മൾ ബോധപൂർവം മാറ്റിയെടുക്കേണ്ട ഒരു ശീലമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം: അനുഗ്രഹങ്ങളും ഭൂതകാലവും, അതായത് നമ്മുടെ വേരുകൾ എപ്പോഴും ഓർക്കുക. പാസ്റ്റർ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച ആദ്യത്തെ സൈക്കിളിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു ബസ്സിന്റെ മുകളിൽ കയറ്റിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയത്. ജീവിതത്തിൽ പിന്നീട് അദ്ദേഹം ഒരുപാട് വലിയ ഉയരങ്ങളിലെത്തിയെങ്കിലും ആ ബസ്സിൽ വന്ന ആദ്യത്തെ സൈക്കിൾ നൽകിയ വലിയ അനുഗ്രഹം അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. ഇത് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും കണ്ടുപഠിക്കേണ്ട, മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു മനോഹരമായ മാതൃകയാണ്, ശരിയല്ലേ? നമ്മൾ എത്ര വലിയ ഡിഗ്രികൾ നേടിയാലും, PhD എടുത്താലും, എന്ത് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയാലും ശരി, നമ്മുടെ വേരുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തിയത് ആരാണെന്ന് ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ ഭൂതകാലത്തിലെ ആ പഴയ ബുദ്ധിമുട്ടുകളും നമ്മെ ഉയർത്തുന്നതിന് മുൻപുള്ള സാഹചര്യങ്ങളും നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ നന്ദിബോധമാണ് നമ്മെ എന്നും വിനയമുള്ളവരാക്കി നിലനിർത്തുന്നത്. മൂന്നാമത്തെ കാര്യം: വാഗ്ദാനങ്ങളും കരുണയും. ദൈവത്തിന്റെ അനന്തമായ ക്ഷമയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇതൊരു വലിയ ചിന്തയാണ്. ഒരു വധു ഒരിക്കലും തന്റെ കല്യാണ ആഭരണങ്ങൾ മറന്നുവെക്കില്ല, അല്ലേ? അത് അവൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ്. എന്നാൽ മനുഷ്യർ അവരുടെ സ്രഷ്ടാവിനെ എത്ര വേഗമാണ് മറന്നുപോകുന്നത്. ദിവസങ്ങളോളം മനുഷ്യർ ദൈവത്തെ ഓർക്കാതിരിക്കുന്നു എന്നത് വളരെ സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും പ്രതിസന്ധികളിൽ കരയുമ്പോൾ ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകും. എന്നാൽ കാര്യങ്ങൾ നേരെയാകുമ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം അതെല്ലാം അങ്ങ് മറന്നുകളയും. അതല്ലേ സത്യം? കർശനക്കാരായ മാതാപിതാക്കൾ കുട്ടികളുടെ ചെറിയ തെറ്റുകൾക്ക് പോലും അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമല്ലോ. നീ എന്തിനാ ഉറങ്ങിയത്, വേഗം ഉള്ളിൽ പോ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ്. ദൈവം കോപിച്ചാലും വേഗത്തിലത് മാറ്റിവെച്ച് പുഞ്ചിരിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും മടങ്ങിവരുമ്പോൾ ഇരുകൈയും നീക്കി സ്വീകരിക്കുന്ന ആ വലിയ ക്ഷമയും കരുണയും നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. അപ്പോ നമ്മുടെ നാലാമത്തെ വിഷയം ഇതാണ്: നേതാക്കളും ത്യാഗവും. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു സമ്മാനം കിട്ടുമ്പോൾ സമ്മാനം നൽകിയ ആളെ മറന്ന് നിങ്ങൾ ആ പൊതിഞ്ഞ കടലാസ് വെറുതെ വലിച്ചെറിയാറുണ്ടോ? ഇല്ലല്ലോ. പലപ്പോഴും നമുക്കൊരനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ ആ അനുഗ്രഹം മാത്രം എടുത്തിട്ട് അത് കൊണ്ടുവന്ന കവറോ അല്ലെങ്കിൽ അത് എത്തിച്ചു തന്ന ആളെയോ നമ്മൾ അവഗണിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അത് നമ്മുടെ കൈകളിൽ എത്തിക്കാൻ സഹായിച്ച മനുഷ്യരെ നമ്മൾ മറന്നുപോകുന്നത്. ഇത് ശരിയായൊരു രീതിയല്ല. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ
ദൈവം മറിയത്തെ ഒരു പാത്രമായി ഉപയോഗിച്ചതുപോലെ ഇന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ദൈവം പല മനുഷ്യരെയും നേതാക്കളെയും പാസ്റ്റർമാരെയും ഉപയോഗിക്കുന്നുണ്ട്. അവർ ആ സമ്മാനം കൊണ്ടുവരുന്ന വെറും കവറുകളാണെന്ന് കരുതി അവരെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. നമ്മളെ ആത്മീയമായും ഭൗതികമായും സഹായിച്ച നേതാക്കളെയും അവർ നമുക്കായി ചെയ്ത ത്യാഗങ്ങളെയും നമ്മൾ എപ്പോഴും ഓർക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതുപോലെ നന്ദിയുടെ ഏറ്റവും വലിയ ഉദാഹരണവും മനുഷ്യരാശിക്കായുള്ള പരമമായ ത്യാഗവും കുരിശിലെ ക്രിസ്തുവിന്റെ ത്യാഗമാണ്. ഇതാണ് ഏതൊരു ക്രിസ്തീയ ഭവനത്തിന്റെയും സമാധാനത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം തന്നെ. ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി നൽകപ്പെട്ട ഈ വലിയ ത്യാഗം അനുദിനം ഓർമ്മിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്ദി പ്രകാശനമെന്ന് പറയുന്നത്. ഇനി അവസാനമായി നമ്മുടെ 5ാമത്തെ വിഷയം, നന്ദിയും പ്രാർത്ഥനയും. ഇത്രയും കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു സമാധാനമുള്ള ഭവനം കെട്ടിപ്പടുക്കാൻ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ഭൂതകാലം, ദൈവത്തിന്റെ ഉപദേശങ്ങൾ, ദൈവത്തിന്റെ കരുണ, നിങ്ങളെ സഹായിച്ച നേതാക്കൾ, പിന്നെ ക്രിസ്തുവിന്റെ ത്യാഗം. ഈ 6 നെടുംതൂണുകളിലായിരിക്കണം നിങ്ങളുടെ ജീവിതവും ഭവനവും എക്കാലവും പണിതുയർത്തേണ്ടത്. സഞ്ജനയുടെയും ചിരാഗിന്റെയും ഈ ഗൃഹപ്രവേശ പ്രാർത്ഥനയുടെ യഥാർത്ഥ ലക്ഷ്യവും ഇതുതന്നെയാണ്. ഈ 6 കാര്യങ്ങളും എപ്പോഴും ഓർമ്മിക്കുന്ന, നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് മാത്രമേ പൂർണ്ണമായ സമാധാനവും ആരോഗ്യവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ ദൈവസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. തീർച്ച, ഇതൊരു വെറുമൊരു ആഘോഷമെന്നതിലുപരി അതൊരു വലിയ സാക്ഷ്യം കൂടിയായി മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. വിടവാങ്ങുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്. നിങ്ങളുടെ സ്വന്തം ഭവനം, അതായത് നിങ്ങളുടെ ജീവിതവും ചിന്തകളും ഇത്തരത്തിലുള്ള നന്ദിയുടെ ഉറച്ച അടിത്തറയിലാണോ പണിതിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിന്ന് കണ്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ട്? എന്തുതന്നെയായാലും നന്ദിയുള്ളൊരു ഹൃദയം വളർത്തിയെടുക്കാനും അതെക്കാലവും നിലനിർത്താനും ഇന്നത്തെ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ തീർച്ചയായും പങ്കുവയ്ക്കുക. വീണ്ടും കാണാം.